CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഒരു മാസത്തിനകം പരിഹാര നടപടികൾ നടപ്പിലാക്കാൻ KSTPയോട് മന്ത്രി KA തുളസി. റോഡ് നവീകരണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനുമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ പുഞ്ചപ്പാടം 19 മൈലിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നോക്കുകുത്തിയായി മാറുന്നു. പാത വികസനത്തിന്റെ ഭാഗമായി യാത്രക്കാരുടെ സൗകര്യാർത്ഥം പുതുതായി നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പഞ്ചായത്തുകൾക്ക് നൽകേണ്ട അവസാന ഗഡു ഫണ്ട് നൽകിയില്ലെന്നും പഞ്ചായത്ത് ഫണ്ടുകൾ വെട്ടിക്കുറച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയത് LDF സർക്കാരാണെന്നും മന്ത്രി AP അനിൽകുമാർ. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാൻ തുടങ്ങിയതായും മന്ത്രി അവകാശപ്പെട്ടു. മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വയോധികൻ മുങ്ങി മരിച്ചു. കല്യാണക്കാപ്പ് സ്വദേശി വേലായുധനാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. 65 വയസ്സായിരുന്നു. നിക്ഷേപിച്ച തുക തിരികെ ലഭിച്ചില്ല. മണ്ണാർക്കാട് വടക്കുമണ്ണം റോഡിലെ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധവുമായി നിക്ഷേപകൻ. ഞാൻ പറഞ്ഞു നിങ്ങളോട് 4 മിനിറ്റ് സമയത്ത് ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട്, അവരോട് ഞാൻ പറഞ്ഞു ഇനി 4 മിനിറ്റ് സമയത്ത് ഞാൻ ഗേറ്റ് അത് അപ്പം എന്നോട് പറയണ്ടേ. ഞാനൊരു ആവശ്യത്തിന് പറഞ്ഞതാണ് ഇന്ന് പുറത്തു കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ പറയുന്ന കേട്ട് 1/2 മണിക്കൂർ മുമ്പ് വന്ന് നോട്ടീസ് കൊടുത്തു. എന്നിട്ട് ഞാൻ 4 മിനിറ്റ് സമയം എടുത്ത് ക്ലോസ് ചെയ്യാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞില്ല എന്ത്. ഞാൻ പറഞ്ഞു ഇപ്പൊ കുറച്ച് ആൾക്കാരാണ് അവരപ്പൊ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്നോട് ഞാൻ ബോർഡങ്ങാണെന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങളോട് മണ്ണാർക്കാട് സ്വദേശിയായ KP അബ്ദുസലാമാണ് ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. തന്റെ മകളുടെ വിവാഹ ആവശ്യത്തിന് പണം ചോദിച്ചിട്ട് പോലും ബാങ്ക് അധികൃതർ തയ്യാറായില്ലെന്ന് അബ്ദുസലാം ആരോപിച്ചു. എന്റെ കിട്ടുന്ന വീതത്തിൽ നിന്ന് ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് വിശ്വാസയോഗ്യമായ ബാങ്ക് ആയിക്കോട്ടെ, ബാങ്കിൽ നിക്ഷേപിക്കാം. മറ്റു കുറികളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടൂല. അങ്ങനെ കിട്ടുന്ന 50, 100, 200 അത് സ്വരൂപിച്ച് അതിന് കാലാവധി തികയുമ്പോൾ ഞാൻ SP അക്കൗണ്ടിലേക്ക് മാറ്റിയിടും. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ ഡേറ്റ് എനിക്ക് വന്നപ്പോൾ പൈസ കിട്ടിയില്ല. അപ്പോൾ അടുത്തൊരു ഡേറ്റ് പറഞ്ഞപ്പോൾ ആ ഡേറ്റിന് വന്നപ്പോഴും കിട്ടിയില്ല. പിന്നെ എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വന്നപ്പോൾ അവർ ഡേറ്റ് പറഞ്ഞു, അതും കിട്ടിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ഈ പൈസയും കണക്കൂട്ടി ബാധ്യതയിൽ നിന്നും ബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മോളുടെ കല്യാണ ആവശ്യത്തിന് വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അജണ്ട ഉണ്ട്, എന്തായാലും ഞങ്ങളിവിടെ പ്രശ്നത്തിലാണ്, കല്യാണത്തിൻ്റെ ആവശ്യക്കാർക്ക് മുൻഗണന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും പറഞ്ഞയച്ചു. കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോഴും കല്യാണത്തിന് മുമ്പ് വന്നപ്പോഴും പലപ്പോഴും വന്നപ്പോഴും ഇവരൊക്കെ യാതൊരു റെസ്പോൺസും ഇല്ല. അതായത് എനിക്ക് കിട്ടാനുള്ള സംഖ്യയിലേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കലക്ഷൻ ചെയ്ത് ഒരു 10,000 കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര ലക്ഷം റുപ്യ കടമുള്ള ആളെ ഞങ്ങൾക്ക് 1,000 വെച്ചോളി അല്ലെങ്കിൽ ഒരു 500 വെച്ചോളി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടില്ല. അപ്പം ഇനി അടുത്ത മാർഗം എന്ത് സ്വീകരിക്കണം എന്നറിയാതെ എനിക്ക് സമൂഹത്തിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള ബാധ്യതകളുടെ ഇടയ്ക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടുന്നുള്ള പൈസ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ പൈസ കണ്ട് ഞാൻ റൊട്ടേഷൻ ചെയ്ത് ഞാൻ കറങ്ങി. എത്രയാണ് നിങ്ങളുടെ നിക്ഷേപം? ഏകദേശം ഇപ്പോൾ ഈ 150, 200 അടച്ചുണ്ടാക്കിയത് ഒരു 2 ലക്ഷം രൂപയോളം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് ഡെയിലി കളക്ഷനായിരുന്നു. കളക്ഷനിൽ വരുന്ന പൈസ SP-യിലേക്ക് മാറ്റും. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ഒരു ഇതായിട്ട് ഇരിക്കട്ടെ. ഇവിടുന്ന് പോകില്ല ഇനിയിപ്പോൾ? ഇല്ല, പൈസ കിട്ടിയിട്ട് തന്നെ പോകുള്ളൂ. പോകില്ല. അല്ലെ പിന്നെ വല്ല കൊല്ലണം, അല്ലാതെ ഒരു ഒരിക്കൽ നിരക്കും കൊണ്ടാൻ കഴിയില്ല. സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലായതോടെയാണ് ബാങ്കിന് മുന്നിൽ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ നിർബന്ധിതനായതെന്നും അദ്ദേഹം പറഞ്ഞു. CCN മണ്ണാർക്കാട്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഒരു മാസത്തിനകം പരിഹാര നടപടികൾ നടപ്പിലാക്കാൻ KSTPയോട് മന്ത്രി KA തുളസി. റോഡ് നവീകരണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനുമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇതിന് അടിസ്ഥാനപരമായിട്ട് റോഡിന് പ്രശ്നമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്.
അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പം അത് നമ്മൾ എന്തുകൊണ്ട് പരിഹരിക്കാം, നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് സമയബന്ധിതമായിട്ട് ഈ പറഞ്ഞ 7 ദിവസം എടുക്കുന്നല്ലേ പറഞ്ഞ്, അത് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ അതത് ജനപ്രതിനിധികൾ വിളിച്ചിട്ട് പോയിട്ട് അത് പരിശോധന നടത്തും, എന്നിട്ട് നമുക്കതിൻ്റെ ആക്ഷൻ എടുക്കാമല്ലോ. അപ്പം അത് 1 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളത് പൂർത്തിയാക്കേണ്ട എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരിക്കും. പിന്നെ പണത്തിന്റെ ഒരു കുറവ് കൊണ്ട് ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല. അതും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഞാനും ഉറപ്പുതരും. പാതയിലെ ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് അപകടരഹിത ഗതാഗതം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ, KSTP, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പാലക്കാട് RTO, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘം റോഡിലെ അപകട മേഖലകൾ നേരിട്ട് സന്ദർശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ വിലയിരുത്താൻ 15 ദിവസത്തിനകം അവലോകന യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ 8 മാസത്തിനിടെ 17 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഇനിയും ആവർത്തിക്കരുതെന്ന് മന്ത്രി കർശന നിർദ്ദേശം നൽകി. KSTP നടപ്പിലാക്കുന്ന പരിഹാര നടപടികളിൽ അതാത് മേഖലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തും. ആവശ്യമായ സ്ഥലങ്ങളിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ, ഹൈസ്പീഡ് ക്യാമറകൾ, സ്പീഡ് ബ്രേക്കറുകൾ, സ്ട്രിപ്പുകൾ എന്നിവ സ്ഥാപിക്കും. മേഖലയിലെ റോഡ് അപകടങ്ങൾ പരിഹരിക്കുന്നതിനും നിർമ്മാണത്തിലെ അപാകതകൾ തിരുത്തുന്നതിനും സാമ്പത്തിക സ്ഥിതി തടസ്സമാകില്ലെന്നും മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. ചെർപ്പുളശ്ശേരി നഗരസഭ, കടമ്പഴിപ്പുറം, തൃക്കടീരി, മുണ്ടൂർ, കോങ്ങാട്, ശ്രീകൃഷ്ണപുരം എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മേഖലകളിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടർ K. സുധീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MLA-മാരായ K. പ്രേംകുമാർ, P. മമ്മിക്കുട്ടി, A. പ്രഭാകരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അരവിന്ദാക്ഷൻ, MK ബീന, സുരേഷ്, S. സൂര്യ, TK രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN പാലക്കാട്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ പുഞ്ചപ്പാടം 19-ാം മൈലിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നോക്കുകുത്തിയായി മാറുന്നു. പാത വികസനത്തിന്റെ ഭാഗമായി യാത്രക്കാരുടെ സൗകര്യാർത്ഥം പുതുതായി നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നത്. സംസ്ഥാന പാതയുടെ വികസനം പൂർത്തിയായെങ്കിലും നിരവധി പോരായ്മകളാണ് ഈ പാതയിൽ നിലനിൽക്കുന്നത്. പാതയിലെ പലയിടങ്ങളിലും അപകട സൂചനാ ബോർഡുകൾ, ഡിവൈഡറുകൾ, സീബ്ര ലൈനുകൾ എന്നിവയുടെ കുറവും മതിയായ വെളിച്ചമില്ലായ്മയും മുൻപും CCN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പുഞ്ചപ്പാടം 19-ാം മൈലിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ദുരവസ്ഥയും ജനങ്ങൾക്ക് ദുരിതമാകുന്നത്. കാത്തിരിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ബസ്സുകൾ നിർത്താത്തതാണ് നിലവിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. തലയിണക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്ന ജംഗ്ഷനിലാണ് ഇപ്പോൾ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും. ഇതുമൂലം ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാഴ്ചമറയുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഇതേ ഇടറോഡിൽ നിന്നും വരികയായിരുന്ന ബൈക്ക് യാത്രക്കാരൻ ലോറിയിടിച്ച് മരിച്ചിരുന്നു. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശുചീകരിക്കാനും ബസ്സുകൾ ഇവിടെ തന്നെ നിർത്തുന്നുവെന്ന് ഉറപ്പുവരുത്താനും തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നമ്മുടെ ബസ്സുകളൊന്നും ഇപ്പോൾ നിലവിൽ ഈ സ്റ്റോപ്പിലല്ല നിർത്തുന്നത്. ഇതിന് കുറച്ചും കൂടി മുന്നോട്ട് പോയി അടുത്തൊരു ഒരു ചെറിയ റോഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ ബസ്സുകൾ നിൽക്കുന്നത്. ഇത്രയും സൗകര്യങ്ങൾ, അതായത് ബസ് നിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടും ഇതൊന്നുമില്ലാതെ തൊട്ടപ്പുറത്തെ ചെറിയ റോഡിൽ, അതായത് അപകടങ്ങൾ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു റോഡിൻ്റെ അടുത്താണ് ഇപ്പോൾ ബസ്സുകൾ നിൽക്കുന്നത്. മറ്റ് ചെറിയ റോഡിൽ നിന്ന് വാഹനങ്ങൾ കയറി വരുമ്പോഴും മറ്റേ സ്കൂൾ ബസ്സുകൾ, കുട്ടികളെല്ലാവരും ക്രോസ് ചെയ്യുമ്പോഴും പിന്നിൽ വരുന്ന വാഹനങ്ങൾക്കൊക്കെ യാതൊരു സൗകര്യമില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ നിലവിൽ ബസ് നിൽക്കുന്നത്. അപ്പോൾ അതെന്തായാലും കൃത്യമായി ഇവിടെ തന്നെ ബസ്സിൻ്റെ സ്റ്റോപ്പുള്ള സ്ഥലത്ത് ഇവിടെ തന്നെ ബസ് നിർത്തേണ്ടതാണ്. സീബ്ര ക്രോസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ നിലവിൽ ഇവിടെ തന്നെ ബസ്സുകൾ നിർത്തുന്നതിനുള്ള സംവിധാനം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ ആവശ്യപ്പെടുന്നത്. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വയോധികൻ മുങ്ങി മരിച്ചു. കല്യാണക്കാപ്പ് സ്വദേശി വേലായുധനാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. 65 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9:30 സംഭവം. കുന്തിപ്പുഴയിലെ മാസപ്പറമ്പ് ഭാഗത്തുള്ള കുളിക്കടവിലാണ് ഇദ്ദേഹം കുളിക്കാനിറങ്ങിയതും തുടർന്ന് ഒഴുക്കിൽപ്പെട്ടതും. വിവരമറിഞ്ഞതിനെ തുടർന്ന് ഫയർഫോഴ്സ്, ട്രോമ കെയർ, സിവിൽ ഡിഫൻസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു. കുളിക്കടവിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം മാറി ആറാട്ടുകടവിന് മേലെ ഭാഗത്തുള്ള കടവിൽ നിന്നാണ് പിന്നീട് മൃതദേഹം കണ്ടെടുത്തത്. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നടപ്പാക്കി വരുന്ന ഫ്ലെയിം വിദ്യാഭ്യാസ കർമ്മ പദ്ധതിയുടെ ഭാഗമായി എജു കോൺക്ലേവ് സംഘടിപ്പിച്ചു. 1100ഓളം വിദ്യാർത്ഥി പ്രതിഭകൾ പങ്കെടുത്ത വിദ്യാഭ്യാസ സംഗമം മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.
യാതൊരു പ്രയാസവുമില്ലാതെ നമുക്ക് പരിപാടി മണ്ണാർക്കാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കുള്ള ജ്വാലയാണ് ഈ പദ്ധതിയെന്നും ഇത് നടപ്പിലാക്കിയ ശേഷം മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പുരോഗതിയാണ് നേടിയതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. രമേശ് പിഷാരടി MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. മന്ത്രിസഭയിൽ പല വകുപ്പുമുണ്ടെങ്കിലും വളരെ ദീർഘവീക്ഷണം ആവശ്യമായ വകുപ്പായ വിദ്യാഭ്യാസ വകുപ്പിൽ മികച്ച പ്രവർത്തനമാണ് മന്ത്രിയായ എൻ ഷംസുദ്ദീൻ നടത്തുന്നതെന്ന് രമേശ് പിഷാരടി MLA പറഞ്ഞു. ചലച്ചിത്ര താരം ബേസിൽ ജോസഫ് വിശിഷ്ടാതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ ഹമീദ് കൊമ്പത്ത് അധ്യക്ഷനായ ചടങ്ങിൽ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള SLC, +2 സമ്പൂർണ്ണ A+ വിജയികൾക്കും നാഷണൽ മീൽസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്, LP, UP വിഭാഗം CM കിഡ്സ് സ്കോളർഷിപ്പ് ജേതാക്കൾക്കും എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. കൺവീനർ ഡോക്ടർ KT സൈനുലാബിദ്ദീൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ KG ബാബു നന്ദിയും പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ സിദ്ദിഖ് പാറക്കോട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണ്ണാർക്കാട് നഗരസഭാ ചെയർപേഴ്സൺ സജ്ന, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നീതു ശങ്കർ, S. അലൻ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരും പങ്കെടുത്തു. CCN മലപ്പുറം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചരക്ക് ലോറി പെട്ടിക്കടയിലേക്ക് ഇടിച്ചു കയറി. നാട്ടുകൾ അണ്ണാംതൊടിയിലെ പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം ഉണ്ടായത്. തമിഴ്നാട് ഭാഗത്തു നിന്നും സിമന്റ് കയറ്റി കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി ദേശീയപാതയോരത്തെ നിർത്തിയ ശേഷം ഡ്രൈവർ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിലേക്ക് പോയ സമയത്താണ് ലോറി മുന്നോട്ട് പോരുകയും നാട്ടുകൾ മൻസൂറിന്റെ ഉടമസ്ഥതയിലുള്ള പെട്ടിക്കട ഇടിച്ചു തകർക്കുകയും തുടർന്ന് സമീപത്തുള്ള വലിയ മരത്തിൽ ഇടിച്ചു നിൽക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ വന്നിട്ട് ഞാൻ പോയി. ഞാൻ അവിടെ നിന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ബാക്കിൽ നോക്കിയപ്പോൾ വണ്ടി കണ്ടു. അപ്പോൾ മാറി വണ്ടി അങ്ങനെ പോയി അവിടെ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ മരം കടപുഴകി പൊട്ടി സമീപത്തുള്ള വീടിന് മുറ്റത്തേക്ക് വീഴുകയും ചെയ്തു. മുറ്റത്ത് കാറും ബൈക്കും നിർത്തിയിരുന്നെങ്കിലും കേടുപാടുകൾ സംഭവിച്ചില്ല. പെട്ടിക്കട പൂർണ്ണമായും തകർന്നു. CCN ചത്തല്ലൂർ. 2 ദിവസങ്ങളിലായി ചെർപ്പുളശ്ശേരിയിൽ വെച്ച് നടന്ന BJP പഠന ശിബിരം സമാപിച്ചു. സമാപന സഭ BJP മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. മനോജ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഏക തിരഞ്ഞെടുപ്പ് എന്ന ബില്ല് കൊണ്ടുവരികയാണെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണാനുണ്ട്. ആ ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്ന് അത് വിജയിക്കുകയാണെങ്കിൽ 2029 3 തിരഞ്ഞെടുപ്പുകളും കൂടി ഒന്നിച്ചു വരാനുള്ള ഒരു സാഹചര്യവും ഉണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വരുന്ന 2029 ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും പഞ്ചായത്തുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് മുന്നിലുള്ളത്. BJP അതിനു വേണ്ടിയിട്ട് 2029 വരുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ തയ്യാറാവുന്നതിന് വേണ്ടിയിട്ടാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് MP സതീഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം P. ജയൻ സ്വാഗതവും സംസ്ഥാന കൗൺസിൽ അംഗവും മണ്ഡലം കൺവീനറുമായ K. ഹരിദാസൻ നന്ദിയും പറഞ്ഞു. നേതാക്കളായ A. നാരായണൻ, VS സ്മിത, വിനോദ് കണ്ണാട്ടിൽ, T. കൃഷ്ണകുമാർ, M. ഗോപാലകൃഷ്ണൻ, VP നാരായണൻകുട്ടി, EK അനീഷ്, K. സൗമ്യ, MR മായ എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പഞ്ചായത്തുകൾക്ക് നൽകേണ്ട അവസാന ഗഡു ഫണ്ട് നൽകിയില്ലെന്നും പഞ്ചായത്ത് ഫണ്ടുകൾ വെട്ടിക്കുറച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയത് LDF സർക്കാരാണെന്നും മന്ത്രി AP അനിൽകുമാർ. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാൻ തുടങ്ങിയതായും മന്ത്രി അവകാശപ്പെട്ടു. ആരാ പറഞ്ഞത്? മുൻ മന്ത്രി രാജേഷ് അല്ലെ? MP രാജേഷ് 100% അങ്ങനെ പറയാനുള്ള ഒരു ധാർമ്മികമായ അവകാശമുള്ള ആളാണ്. കാരണം മൂന്നാമത്തെ കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു കൊടുക്കേണ്ടത് LDF ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ്. ആ ഗഡു കൊടുക്കാത്ത മന്ത്രിയാണ് ഇപ്പോൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അർഹത ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പഞ്ചായത്ത് ഫണ്ടുകൾ ഇതുപോലെ വെട്ടിക്കുറച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തില്ല. കഴിഞ്ഞ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട മൂന്നാമത്തെ ഗഡു കൊടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. എന്നിട്ടാണ് ഇപ്പോൾ ശ്രീ രാജേഷ് UDFനെ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അതിനൊക്കെ ഉള്ള ഒരു അർഹതയും യോഗ്യതയൊക്കെ ഉണ്ട് എന്നുള്ളത് ബോധ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അല്ല, ഞങ്ങൾ വന്ന് 2 മാസം പൂർത്തീകരിക്കുന്നു.
18 പൂർത്തീകരിച്ച് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് കൊടുക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ മനസ്സിലാക്കുന്ന 1-ാം ഘട്ടം കൊടുത്തു എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 1-ാം ഘട്ടം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത 2 ഘട്ടങ്ങളായിട്ട് പിന്നെ കൊടുക്കേണ്ടത് അത് കൊടുക്കും. പരമാവധി നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകളെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് UDFന്റെ നയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതമായത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുക്കും. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഒരു കീഴ്വഴക്കമായിരിക്കില്ല UDFൻ്റേത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്ന നടപടിയായിരിക്കും ഞങ്ങളുടേത്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ KPCC ഭാരവാഹികളൊക്കെ തന്നെ മന്ത്രിമാരൊക്കെയായി KPCCയുടെ പ്രവർത്തനം തന്നെ നിശ്ചലമാകുമെന്നുള്ള വിമർശനം പലരും പങ്കുവെക്കുന്നുണ്ട്. ഞാൻ KPCC കഴിഞ്ഞ 2 മാസമായിട്ട് KPCC പ്രസിഡന്റ് മന്ത്രിസഭയിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ KPCCയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വളരെ വിപുലമായ രീതിയിൽ KPCCയിലും മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും KPCCയുടെ നിർദ്ദേശപ്രകാരം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനം വളരെ വിപുലമായിട്ട് ആചരിച്ചത്. അതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നു പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് കുറേ കൂടി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി സ്ഥാനം മാറിയാൽ ഉചിതമായിരുന്നു എന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേതൃത്വം ഇടപെട്ട് അതിന് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. ഒരു ധൃതി പിടിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. സംഘടനാപരമായ കാര്യങ്ങളിൽ 2 മാസം നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. മറിച്ച് ചിലതൊക്കെ പറയുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളെ വർക്കിൻ്റെ കാര്യത്തിൽ വലിയ പ്രയാസമൊന്നുമില്ലാതെ മുന്നോട്ട്. CCN മലപ്പുറം. അനധികൃതമായി വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് വർധന പിൻവലിക്കണമെന്ന് ഓൾ കേരള സോമിൽസ് ആൻഡ് വുഡ് ഇൻഡസ്ട്രിയൽ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 1000 രൂപ ഉണ്ടായിരുന്ന ഫീസ് 50,000 രൂപയാക്കിയാണ് ഉയർത്തിയിട്ടുള്ളത്. മര വ്യവസായ രംഗത്ത് ഏറ്റവും അധികം പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഏറ്റവും അധികം മര വ്യവസായികൾ മലപ്പുറം ജില്ലയിലാണ്. ആ വ്യവസായികളെ സംബന്ധിച്ചിപ്പോൾ ഒരു പ്രത്യേക പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ലൈസൻസ് കൊടുക്കാൻ 1000 ഉറുപ്പ്യ ഉണ്ടായിരുന്ന സ്ഥാനത്ത് സർക്കാർ പുതിയൊരു GO ഇറക്കിയിരിക്കുകയാണ്. 50,000 രൂപ ഒന്നിച്ചടക്കണമെന്ന്. ഒരു നിലക്കും ഈ സാഹചര്യത്തിൽ നമുക്കറിയാം മരം വളരെ തളർന്നു. ആ വ്യവസായ രംഗം തന്നെ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ ഇത്രയും വലിയ സംഖ്യ അടക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യവസായികളെ കൊണ്ട് സാധിക്കില്ല. അതിനൊരു ഇളവ് സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. 2022 മുൻപ് പ്രവർത്തനം തുടങ്ങിയ സോമില്ലുകൾക്ക് നിലവിലുള്ള ഫോറസ്റ്റ് ലൈസൻസ് 10,000 രൂപയിൽ നിന്നും 2026 ഫെബ്രുവരി മാസം മുതൽ 50,000 രൂപയാക്കിയാണ് സർക്കാർ വർദ്ധിപ്പിച്ചത്. ഇതിനെതിരെ സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ വനം വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടും സർക്കാർ അനുകൂല തീരുമാനം വന്നിട്ടില്ല. സോമിൽ വ്യവസായ മേഖല വളരെയധികം തളർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഈ സാഹചര്യത്തിൽ 50,000 രൂപ നൽകി ലൈസൻസ് പുതുക്കി സ്ഥാപനങ്ങൾക്ക് മുന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകിയ മില്ലുടമകൾക്ക് 50,000 രൂപ അടയ്ക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ നോട്ടീസിനെതിരെ സംസ്ഥാനത്തെ ചില സോമിലുടമകൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും പ്രസ്തുത OTP അടയ്ക്കാതെ തന്നെ ഫോറസ്റ്റ് ലൈസൻസ് പുതുക്കി നൽകുവാൻ ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ലൈസൻസ് പുതുക്കി നൽകാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 26-നാണ് ഈ ഓർഡർ വന്നത്. ഇതിനു മുമ്പൊക്കെ 1000 രൂപ കൊടുത്ത് 1000 രൂപ സർക്കാർ ഈടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 50,000 രൂപ സർക്കാർ അടക്കണമെന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുക്കണമെങ്കിൽ 50,000 രൂപ അടക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിലേ തളർന്ന വ്യവസായം വെടി കൊണ്ടുകൊടുത്ത് വിട്ടുകൊണ്ടുവരുന്ന കാര്യമാണ്. ഒരു രക്ഷയില്ല മുന്നോട്ട് പോകാൻ. ഈ ഒരു വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കുക. മന്ത്രിനെ ഞങ്ങൾ കണ്ടു, വനവകുപ്പ് മന്ത്രിയെ കണ്ടു, നിവേദനം നടത്തി പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രശ്നത്തിൽ ഇതുവരെ പരിഹാരമായിട്ടില്ല. അതുകൊണ്ട് അത്രയും ആ വ്യവസായങ്ങളുടെ NOC, അതായത് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ് NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന്റെ ലൈസൻസ് കൊടുക്കാനാണ് ഈ പറഞ്ഞ സംഖ്യ. അപ്പൊ ഇതൊന്ന് ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. പല ജില്ലയിലും അനുകൂലമായ വിധിയും കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും കോടതിയിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിന് സർക്കാരിന് ഒരു ഇളവ് കിട്ടണം എന്നതാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KP ഹുസൈൻ ഹാജി, സെക്രട്ടറി ഷൌക്കത്ത് അലി, ജില്ലാ പ്രസിഡന്റ് ബീരാൻകുട്ടി ഹാജി, ജില്ലാ വൈസ് പ്രസിഡന്റ് VP അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. മലപ്പുറം നഗരസഭ പേൾസ് ബഡ് സ്കൂളിൽ വളകിലുക്കം വനിതാ കൂട്ടായ്മയും നഗരസഭ കുടുംബശ്രീ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററും സംയുക്തമായി കലയരങ്ങ് സ്നേഹസംഗമം നടത്തി.
മജീഷ്യൻ മലയിൽ ഹംസ ഉദ്ഘാടനം ചെയ്തു. വളകിലുക്കം ഫൗണ്ടർ ഹസീന മലയിൽ അധ്യക്ഷത വഹിച്ചു. ബഡ് സ്കൂൾ ടീച്ചർ TP നജീബ സ്വാഗതവും വളകിലുക്കം സെക്രട്ടറി VK ജമീല നന്ദിയും പറഞ്ഞു. മജീഷ്യൻ മലയിൽ ഹംസ മോട്ടിവേഷൻ മാജിക്കും വളകിലുക്കം വനിതാ കൂട്ടായ്മ അംഗങ്ങളുടെയും ടോപ്പ് സ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ വിദ്യാർത്ഥിനികളുടെ കലാവിരുന്നും അരങ്ങേറി. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഒരു മാസത്തിനകം പരിഹാര നടപടികൾ നടപ്പിലാക്കാൻ KSTPയോട് മന്ത്രി KA തുളസി. റോഡ് നവീകരണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനുമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ പുഞ്ചപ്പാടം 19-ാം മൈലിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നോക്കുകുത്തിയായി മാറുന്നു. പാത വികസനത്തിന്റെ ഭാഗമായി യാത്രക്കാരുടെ സൗകര്യാർത്ഥം പുതുതായി നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇപ്പോൾ കാടുപിടിച്ച് കിടക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പഞ്ചായത്തുകൾക്ക് നൽകേണ്ട അവസാന ഗഡു ഫണ്ട് നൽകിയില്ലെന്നും പഞ്ചായത്ത് ഫണ്ടുകൾ വെട്ടിക്കുറച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുടക്കിയത് LDF സർക്കാരാണെന്നും മന്ത്രി AP അനിൽകുമാർ. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകാൻ തുടങ്ങിയതായും മന്ത്രി അവകാശപ്പെട്ടു. മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വയോധികൻ മുങ്ങി മരിച്ചു. കല്യാണക്കാപ്പ് സ്വദേശി വേലായുധനാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.